ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു ലോ ബഡ്ജറ്റിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഗോൾഡൻ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 5 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലുകളെല്ലാം നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയൊരു വണ്ടി കാർ പോർച്ചിലായി പാർക്ക് ചെയ്യാം. ഇൻ്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിട്ടുള്ളത്. 100% വാസ്തുശാസ്ത്രപ്രകാരം പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ ഒരു മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സപ്പോർട്ടായി നിങ്ങളുടെ ഒരു ലൈക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായാണ് കിണറിൻ്റെ സ്ഥാനം കാണുക. അങ്ങനെ ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വടക്ക് ഭാഗത്തേക്ക് ഫ്രണ്ട് ഡോറും വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കുമായി കൊടുത്തിട്ടുള്ളത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തന്നെയാണ്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി 4x2 സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള 2 ടേബിൾ ഡൗണർ സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. മനോഹരമായി തന്നെ ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായ കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം കാണാം. ഗ്രേയും വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ പുറത്തായി നമുക്ക് സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്ത് ഫുൾ കവേർഡായിട്ട് വരുന്നൊരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോയി നോക്കേണ്ടത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും കാണാം. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം തന്നെയാണ്. 10 വർഷം വാറണ്ടിയോട് കൂടിയുള്ള സാനിറ്ററി ഫിറ്റിംഗ്സും നമുക്ക് കാണാം. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വടക്ക് പടിഞ്ഞാറേ മൂലയിലായി വരുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇതിനും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഫോൾ സീലിംഗ് വർക്കുകളും കാണാം. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം. അത്യാവശ്യം വലിപ്പം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം. ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായി ഉപയോഗിച്ചിട്ടുള്ളത് ടഫൻ ഗ്ലാസ് തന്നെയാണ്. വുഡിൻ്റെ ടോപ്പോട് കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയയും നമുക്ക് കാണാം.
മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് സ്റ്റെയറിനായി യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. സ്റ്റെയർ കേസിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 14 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിനും കബോർഡ് വർക്കും കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു സ്പേസിലാണ് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം വരിക. ഇതിനും ഏകദേശം 13 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ ഇവിടെയും നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 58 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.